നിങ്ങൾ വീട് വെക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? അതായത് സ്ലോപ്പ് പ്രൂഫ് വേണോ ഫ്ലാറ്റ് റൂഫ് വേണോ എന്ന് നിങ്ങൾ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വീടുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺക്രീറ്റ് റൂഫ്, അതായത് കോൺക്രീറ്റിൻ്റെ സ്ലോപ്പ് റൂഫും ഫ്ലാറ്റ് റൂഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വെൽക്കം ടു ഹോം വോയേജസ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്ലോപ്പ് പ്രൂഫിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജ് ആണ്. സ്ലോപ്പ് പ്രൂഫിൻ്റെ ഗുണങ്ങൾ. ഒന്നാമത്തേത് പുറമേ നിന്ന് കാണുമ്പോഴുള്ള ഭംഗി. സ്ലോപ്പ് പ്രൂഫിന് ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ് അല്ലേ? പിന്നെ നമ്മളുടെ കേരളത്തിലെ ഒരു ട്രഡീഷണൽ ലുക്കും അതുപോലെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് സ്ലോപ്പ് പ്രൂഫ് അല്ലേ? അതായത് സാധാരണ ഓടിട്ട വീടാണെങ്കിലും പണ്ട് നമ്മൾ കണ്ടുവരുന്ന ഓല മേഞ്ഞ വീടുകളാണെങ്കിൽ പോലും സ്ലോപ്പ് പ്രൂഫാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസൈനുകളിൽ അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് നമ്മൾ കണ്ടുവരുന്നത് എങ്കിലും സ്ലോപ്പ് പ്രൂഫിനാണ് ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുറമെ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചൂടിനെ കുറിച്ചാണ്. ചൂട് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് പ്രൂഫിലാണ് കുറച്ച് കുറവ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു 3 മീറ്ററാണ് ഒരു വീടിൻ്റെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ, അതായത് 3 മീറ്ററാണ് നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റ് റൂഫിൻ്റെ ഹൈറ്റ് എങ്കിൽ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ഏകദേശം 3 മീറ്ററോളം തന്നെ ഹൈറ്റിലാണ് വരിക. പക്ഷേ സ്ലോപ്പ് പ്രൂഫ് ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് അതിനുള്ളിലുള്ള ഏരിയ കൂടുകയാണ്. ഇങ്ങനെ ഡയറക്റ്റ് ചൂട് റൂഫിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്ന ചൂട് കുറവായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, സ്ലോപ്പ് പ്രൂഫിൽ ഫ്ലാറ്റ് റൂഫിൽ നിൽക്കുന്ന അത്ര വെള്ളം കെട്ടി നിൽക്കില്ല. കാരണം നമ്മൾ സ്ലോപ്പ് പ്രൂഫിൽ ഒരു ചെരിഞ്ഞ പ്രതലം ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ലോപ്പ് പ്രൂഫിൽ വെള്ളം കെട്ടിക്കെടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സൺഷെയ്ഡുകളെ കുറിച്ചാണ്. സ്ലോപ്പ് പ്രൂഫിൽ ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൺഷെയ്ഡിന്റെ ആവശ്യം കുറവാണ്. കാരണം സ്ലോപ്പ് പ്രൂഫിന്റെ സ്ലാബിന് പ്രൊജക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് സൺഷെയ്ഡ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇനി ഫ്ലാറ്റ് റൂഫിന്റെ കേസിലാണെങ്കിൽ ഏകദേശം 20 സെന്റിമീറ്റർ വരെയൊക്കെയുള്ളൂ അതിന് പ്രൊജക്ഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. കൂടാതെ നമ്മുടെ സ്ലോപ്പ് പ്രൂഫിൽ ഡോർമർ വിൻഡോ, ഗേബിൾ വിൻഡോ പോലെയുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡിസൈൻ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഭംഗി കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ വീടിന്റെ ഡിസൈനിൽ നമുക്ക് കുറച്ച് യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്രയാണ് സ്ലോപ്പ് പ്രൂഫിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. ഇനി നമ്മൾ സ്ലോപ്പ് പ്രൂഫിന്റെ ഡിസഡ്വാൻറ്റേജസ് അഥവാ സ്ലോപ്പ് പ്രൂഫിന്റെ ദോഷങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കോസ്റ്റിനെ കുറിച്ച് പറയാം. നമുക്കറിയാം, ഫ്ലാറ്റ് റൂഫിനെ വെച്ച് നോക്കുമ്പോൾ സ്ലോപ്പ് പ്രൂഫിന് കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ലേബർ ചാർജും മെറ്റീരിയൽ ചാർജും ഒക്കെ ഏകദേശം 30% കൂടുതലായിട്ടാണ് കാണുന്നത്. കൂടാതെ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അഥവാ സ്ലോപ്പ് പ്രൂഫ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആളുകൾ ഇതിന്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം വർക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു ചെരിഞ്ഞ പ്രതലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നിന്നിട്ട് ഒരുപാട് നേരം വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും ഒന്നും പറ്റണം എന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ റൂഫിന് പെട്ടെന്ന് ക്രാക്കോ അല്ലെങ്കിൽ ലീക്സോ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ക്രാക്ക് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് അനിവാര്യമാണല്ലേ? എങ്ങനെയാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്, എവിടേക്കാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുക. താല്പര്യമുള്ളവർ പോയിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുക. ഇനി സ്ലോപ്പ് പ്രൂഫിന്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഫാൾസ് സീലിംഗിന്റെ കോസ്റ്റ് ആണ്. നമുക്കറിയാം, ഫ്ലാറ്റ് പ്രൂഫ് ആകുമ്പോൾ ഏകദേശം 3 മീറ്റർ ഒക്കെയാണ് ഹൈറ്റ് വരുന്നത് റൂഫിന്റെ. പക്ഷേ സ്ലോപ്പ് പ്രൂഫ് ആകുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടും. ഇങ്ങനെ വരുമ്പോൾ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ആ റൂമിന്റെ ഉള്ളിലുള്ള ഏരിയ കൂടുതലാകും.
അതാവുമ്പോൾ നമ്മൾ എ സി ഒക്കെ വെക്കുന്ന സമയത്ത് ഈ കൂളിംഗ് എഫക്റ്റ് കുറവായിരിക്കും എ സിയുടെ. അപ്പൊ നമ്മൾ ഫോൾ സീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്ലോ പ്രൂഫിന്റെ കേസ്. ഇനി ഫോൾ സീലിംഗ് വെക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് എ സിയുടെ കപ്പാസിറ്റി കുറച്ച് കൂടുതലാക്കി കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ 110 ഒക്കെ കൊടുക്കേണ്ട സ്ഥാനത്ത് 1.5ഓ 210ഓ ഒക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. സ്ലോ പ്രൂഫിന്റെ അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് മെയിൻ്റനൻസും റിപ്പയറിലുള്ള ബുദ്ധിമുട്ട്. അതായത് നമുക്കറിയാം നമ്മുടെ സ്ലോ പ്രൂഫിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെരിഞ്ഞ പ്രതലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓടോ ഷിംഗിൾസോ ഒക്കെ വെക്കും. അപ്പൊ അതിലെന്തെങ്കിലും റിപ്പയറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്, റിസ്ക് ആണ്, കൂടാതെ സേഫും അല്ല. ഇനി സ്ലോ പ്രൂഫിന്റെ അവസാനത്തെ ഡിസഡ്വാൻറ്റേജ് ക്യൂറിങ്ങിന്റെ സമയത്തുള്ള ബുദ്ധിമുട്ട്. അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺക്രീറ്റ് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുന്ന സമയത്ത് സ്ലോ പ്രൂഫ് ആണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ കയറി നനച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ നനച്ചു കൊടുക്കാൻ സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കുറയും, അതുവഴി റൂഫിന്റെ സ്ട്രെങ്ത്തും കുറയാണ് ചെയ്യുന്നത്. ഇത്രയാണ് സ്ലോ പ്രൂഫിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇങ്ങനെ നമ്മൾ സ്ലോ പ്രൂഫിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ഇനി നമുക്ക് ഫ്ലാറ്റ് പ്രൂഫിന്റെ അഡ്വാൻറ്റേജസ് പറയാം, അഥവാ ഫ്ലാറ്റ് പ്രൂഫിന്റെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലാറ്റ് പ്രൂഫിന്റെ കോസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സ്ലോ പ്രൂഫിൽ ഏകദേശം 30% കോസ്റ്റ് കൂടുതലാകും എന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മൾ ഫ്ലാറ്റ് പ്രൂഫിൽ പറയുകയാണെങ്കിൽ ഏകദേശം 30% കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെ സ്ക്വയർ ഫീറ്റ് ഏരിയ കുറയുന്നത് കൊണ്ട് തന്നെ, റൂഫിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ ചാർജും ലേബർ ചാർജും ഒക്കെ കുറഞ്ഞിട്ടാണ് വരുന്നത്. കൂടാതെ നമ്മൾ മുന്നേ പറഞ്ഞു ചെരിഞ്ഞ പ്രതലമായതുകൊണ്ട് സ്ലോ പ്രൂഫിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും ഒന്നും പറ്റണമെന്നില്ലാന്ന്. അപ്പോൾ ഫ്ലാറ്റ് റൂഫിന്റെ കേസിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യാനും പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്യാനും ഒക്കെ ഈസിയാണ്. നമ്മൾ റൂഫിന്റെ കോസ്റ്റ് കമ്പാരിസൺ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നമ്മളൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ റൂം നമ്മൾ 2 രീതിയിലും റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ റൂം നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 സ്ക്വയർ ഫീറ്റോളം തന്നെ മതി നമ്മുടെ മുകളിലുള്ള റൂഫിന്റെ ഏരിയ. പക്ഷെ സ്ലോ പ്രൂഫിന്റെ കേസിൽ ഇത് ഏകദേശം 50 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ കൂടാനുള്ള സാധ്യത ഉണ്ട്. അതായത് 100 സ്ക്വയർ ഫീറ്റിന്റെ റൂമിന് 100 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് റൂഫ് വരുന്ന സമയത്ത് ഏകദേശം 150 സ്ക്വയർ ഫീറ്റിന് മുകളിലായിരിക്കും സ്ലോ പ്രൂഫിന് വരുന്നത്. അടുത്ത ഫ്ലാറ്റ് റൂഫിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റ് റൂഫിന്റെ മുകളിലുള്ള ഏരിയ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗാർഡനിങ്ങോ അല്ലെങ്കിൽ പാഷ്യോസോ അല്ലെങ്കിൽ ഗാദറിംഗ് സ്പേസ്, ഔട്ട്ഡോർ ലിവിങ് ഏരിയ ഒക്കെ നമുക്ക് ഫ്ലാറ്റ് റൂഫിന്റെ മുകളിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ, വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതും ഈ ഫ്ലാറ്റ് റൂഫിന്റെ മുകളിൽ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഒരു ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റാനും ഫ്ലാറ്റ് റൂഫ് ആണ് നല്ലത്. അടുത്തൊരു അഡ്വാൻറ്റേജ് നമ്മളെ മെയിൻ്റനൻസ്. അതായത് നമ്മൾ ഫ്ലാറ്റ് റൂഫിന്റെ മുകളിൽ നമുക്ക് റിസ്ക് ഇല്ലാതെ സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ ഈസിയാണ്. അതായത് നമ്മളെ ഫ്ലാറ്റ് റൂഫിന്റെ മുകളിൽ പൂപ്പലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അത് വൃത്തിയാക്കാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. പിന്നെ അടുത്തതായിട്ടൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫോൾ സീലിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ സ്ലോ പ്രൂഫിൽ പറഞ്ഞു ഫോൾ സീലിംഗ് അനിവാര്യമാണ്, കാരണം എ സിയുടെ കൂളിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഫ്ലാറ്റ് റൂഫിന്റെ കേസിൽ ആ ഒരു പ്രശ്നമല്ല, എ സിയുടെ ഒരു പ്രശ്നമല്ല. പക്ഷേ നമുക്കിനി സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോൾ സീലിംഗ് ഇല്ലാതെ തന്നെ ചെയ്യാം. കോബ് ലൈറ്റ്സോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് അടിച്ചിട്ട് അവിടെ മാത്രം സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത അഡ്വാൻറ്റേജ് പാരപ്പറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ഫ്ലാറ്റ് റൂഫിൽ പാരപ്പറ്റ് വളരെ മനോഹരമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. വെറൈറ്റി രീതിയിലുള്ള ഡിസൈനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
നമുക്ക് വളരെ മനോഹരമായിട്ട് പാരപ്പറ്റ് ഡിസൈൻ ചെയ്ത് നമ്മുടെ വീടിന്റെ എലിവേഷൻ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കൂടാതെ സ്ലോപ്പ് റൂഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റ് റൂഫിനാണ് ലൈഫ് സ്പാൻ കുറച്ചുകൂടെ കൂടുതൽ. ഇത്രയാണ് ഫ്ലാറ്റ് റൂഫിന്റെ അഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലാറ്റ് റൂഫിന്റെ ദോഷങ്ങളെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് പറയാം, ഫ്ലാറ്റ് റൂഫിൽ മഴയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇതിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ട് വീടിന്റെ ഉള്ളിൽ ലീക്കോ അല്ലെങ്കിൽ മറ്റ് ക്രാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഫ്ലാറ്റ് റൂഫിൽ വരുന്ന രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ചൂടാണ്. നമുക്കറിയാം സ്ലോപ്പ് റൂഫിൽ ചൂട് കുറവാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫ്ലാറ്റ് റൂഫിൽ ചൂട് കൂടുതലാണ്. കാരണം അതിന്റെ ഉള്ളിലുള്ള ഏരിയ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടുതലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അവസാനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷെയ്ഡ് സെപ്പറേറ്റ് വേണം. അതായത് നമ്മൾ ഈ സ്ലാബിന് മുന്നേ പറഞ്ഞ പോലെ ഒരു 20 സെന്റിമീറ്റർ പ്രൊജക്ഷൻ ഒക്കെ കൊടുക്കാറുള്ളൂ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വിൻഡോസിന്റെ മുകളിൽ സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് വേണം. സ്ലോപ്പ് പ്രൂഫിൽ പറഞ്ഞതുപോലെ നമുക്ക് നല്ല പ്രൊജക്ഷൻ ഒക്കെ കൊടുത്ത് ഷെയ്ഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ലോപ്പ് റൂഫിന്റെയും ഫ്ലാറ്റ് റൂഫിന്റെയും ഒരു കമ്പാരിസൺ പറയാനുള്ളത്. അതായത് കോൺക്രീറ്റ് സ്ലാബിന്റെ കേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം യൂസിന് എപ്പോഴും നല്ലത് ഫ്ലാറ്റ് റൂഫാണ്. ഈ കോസ്റ്റ് കുറവും ഫ്ലാറ്റ് റൂഫ് തന്നെയാണ്. പക്ഷെ ഇനി നിങ്ങൾക്ക് കോസ്റ്റ് പ്രശ്നമല്ല, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യാനും പിന്നെ സ്ലോപ്പ് പ്രൂഫിന്റെ മുകളിൽ ഓടൊക്കെ വെച്ച് അല്ലെങ്കിൽ ഷിംഗിൾസ് ഒക്കെ വെച്ചിട്ട് ഭംഗിയാക്കാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് പ്രൂഫ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ഫിദ അൻസാർ സൈനിങ് ഓഫ്.